വിജയകുമാർ, ഏറ്റവും ധന്യ നിമിഷത്തിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ. എസ്.കെ. ലോകം വിഴിഞ്ഞത്ത് നങ്കൂരമിടുന്നു എന്നാണ് ഇതിനെ വിഴിഞ്ഞം തുറമുഖ കമ്പനി അതിനെപ്പറ്റി പറയുന്നത്. ലോകം വിഴിഞ്ഞത്ത് നങ്കൂരമിടുന്നു, എല്ലാ അർത്ഥത്തിലും ലോകം വിഴിഞ്ഞത്ത് നങ്കൂരമിടുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ തന്നെ വികസന കവാടമാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ അത് തെളിയിച്ചിട്ടുണ്ട്. ലോകത്തിൻ്റെ മാരിടൈം ഭൂപടത്തിൽ വിഴിഞ്ഞം ഒരു വലിയ ഒരു തുറമുഖമായി ഇതിനോടകം അടയാളപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ഈ ചടങ്ങ് എന്നത് സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് നമ്മൾ പിന്നിടുകയാണ്. വിഴിഞ്ഞം എന്നത് എത്രയോ പതിറ്റാണ്ടുകളായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളുടെ വികസന കാഴ്ചപ്പാടിൽ ഏറ്റവും തങ്കലിപികളിൽ രേഖപ്പെടുത്തുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ കമ്മീഷനിങ് എന്ന് പറയുന്നത് കേവലം ഒരു പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുന്ന ഒരു ദിവസമല്ല. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ മുഴുവൻ വികസന സ്വപ്നങ്ങളും വിഴിഞ്ഞം കേന്ദ്രീകരിച്ചാണ്. വിഴിഞ്ഞം എന്നത് കേരളത്തിൻ്റെ ഒരു തുറമുഖം, കേരളത്തെ ഒരു തുറമുഖം എന്നതിനപ്പുറത്തേക്ക് ഭാവി കേരളത്തിൻ്റെ അതിനെ രൂപപ്പെടുത്തുന്നതിൽ വിഴിഞ്ഞം വഹിക്കാൻ പോകുന്ന പങ്ക് ഒട്ടും ചെറുതായിരിക്കില്ല. സ്വകാര്യ അല്ലെങ്കിൽ പൊതു മൂലധന നിക്ഷേപം വിഴിഞ്ഞത്തും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും കേരളത്തിലേക്കും വരാൻ പോകുന്ന ഒരുപക്ഷേ തെക്കൻ ജില്ലകൾ മാത്രമല്ല വടക്കൻ ജില്ലകളൊക്കെ വിഴിഞ്ഞത്തിൻ്റെ ആനുകൂല്യം നേരിട്ടോ നേരിട്ടല്ലാതെയോ അടുത്ത പതിറ്റാണ്ടുകളിൽ നേടാൻ പോവുകയാണ്. വികസന കാഴ്ചപ്പാട് പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ്. ഒരു വലിയ പദ്ധതി വന്നാൽ അതിനെ ചുറ്റി എത്രയോ വലിയ ചെറുതും വലുതുമായ എത്രയോ പദ്ധതികൾ ഉണ്ടാകും. അത് കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും. അത് കേവലം നമ്മൾ പറയുന്നതല്ല. ഇത് വിഴിഞ്ഞത്ത് ആദ്യ കപ്പൽ വന്ന സാൻ ഫെർണാണ്ടോ വന്ന അതിനുശേഷം നമ്മൾ ഏതാണ്ട് ഒരു 4-5 മാസത്തെ കണക്ക് പരിശോധിച്ചാൽ അത്ഭുതകരമായ വളർച്ച ഈ ചുരുങ്ങിയ കാലത്തുകൊണ്ട് പദ്ധതി രാജ്യത്തിന് സമർപ്പിക്കുന്ന ഈ ദിവസം എത്തുന്ന ആ ഒരു മാസങ്ങൾ കൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം വിഴിഞ്ഞം ഉണ്ടാക്കിയിട്ടുണ്ട്. ആഗോള മാരിടൈം ഭൂപടത്തിൽ വിഴിഞ്ഞം രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്നത് വെറുതെയല്ല. വലിയ പ്രോജക്റ്റായി, ഒരു വലിയ തുറമുഖമായി, ഒരു കവാടമായി തന്നെ വിഴിഞ്ഞം ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉത്സവത്തിലേക്ക് ആളുകൾ എങ്ങനെയാണോ പോകുന്നത് അതിന് സമാനമായ കാഴ്ചയാണ്. എസ്.കെ. നോക്കൂ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആളുകൾ ഇങ്ങനെ കൂട്ടമായി വിഴിഞ്ഞം അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകുന്നു. അപ്പോൾ ജനങ്ങൾക്കുള്ള പ്രതീക്ഷ, സാധാരണ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ പദ്ധതി കൊണ്ട് ആ നാടിന് എന്ത് മാറ്റമുണ്ടാകുമെന്ന ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ വിഴിഞ്ഞത്തിൻ്റെ രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിലേക്ക് പോകുന്ന ഒരാൾ പോലും അത്തരമൊരു ചോദ്യം ചോദിക്കുന്നില്ല. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമുണ്ടാക്കുമെന്നൊരു ചോദ്യം ഒരാൾ പോലും ചോദിക്കുന്നില്ല. കാരണം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നേരിട്ടോ അല്ലാതെയോ വലിയ മാറ്റമുണ്ടാക്കാൻ പോകുന്നതാണ് വിഴിഞ്ഞം ഈ പദ്ധതി എന്നത് ഉറപ്പാണ്. ഒരു പക്ഷേ നമ്മളുടെ കേരളത്തെ പറ്റി പറയുന്നത് കേരളത്തിൻ്റെ ഒരു തലമുറ വിദേശത്തേക്ക് പോകുന്നു, വിദേശത്തേക്ക് കുടിയേറുന്നു, അവരവിടെ സ്ഥിരതാമസമാക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് അവരങ്ങനെ പോകുന്നു എന്ന ചോദ്യത്തിന് നാട്ടിൽ അവർക്ക് അവസരങ്ങളില്ല എന്നുള്ളതാണ്. അപ്പോൾ വിഴിഞ്ഞം പോലെയുള്ള വലിയ പദ്ധതികൾ വരുമ്പോൾ ഒരു കാലത്ത് മൈഗ്രേറ്റ് ചെയ്ത് പോയവരെ തിരികെ കൊണ്ടുവരാനും ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാർക്ക്, യുവതി യുവാക്കൾക്ക്, അഭ്യസ്ത വിദ്യർക്ക് തൊഴിൽ നൽകാനുമൊക്കെ ഉതകുന്ന തരത്തിലേക്ക് ആ പദ്ധതി കേരളത്തിൽ വലിയ സംഭാവന നൽകും എന്നത് ഏറെക്കുറെ ഈ കാഴ്ച നമ്മൾ ഈ കഴിഞ്ഞ 3-4 മാസം കൊണ്ട് തന്നെ അത് നമ്മൾ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു വലിയൊരു പദ്ധതിയാണ് ഇവിടെ രാജ്യത്തിന് സമർപ്പിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആ ചടങ്ങ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങളുടെ വികസന ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തുന്ന ഒരു സുവർണ അധ്യായം തന്നെയാണ്. അതിൽ ഒരു തർക്കവും വേണ്ട. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന നോക്കൂ, പ്രായമായവരും കുട്ടികളും ഒക്കെ അടങ്ങുന്ന വലിയ സംഘം ഈ പദ്ധതിയുടെ ഉദ്ഘാടന വേദിയിലേക്ക് എത്തുകയാണ്. ഈ പദ്ധതി നമുക്കറിയാം സാധ്യതപ്രായമായത് എത്രയോ കാലം നീണ്ട പരിശ്രമങ്ങളുടെ ഫലമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു നേതാവിൻ്റെയോ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ പേരെടുത്ത് പറയാതെ തന്നെ നമുക്കറിയാം എത്രയോ സർക്കാരുകൾ, എത്രയോ നേതാക്കൾ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഏതൊക്കെ തലങ്ങളിൽ ഏതൊക്കെ കാലത്ത് ഇതിൽ നടത്തിയ ഇടപെടലുകൾ, നിയമ പോരാട്ടങ്ങൾ, സമരചരിത്രങ്ങളൊക്കെ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുണ്ട്. പക്ഷേ അതൊക്കെ പിന്നിട്ട് ഈ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നു, അത് രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. നമ്മൾ ഇവിടെ ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം കേൾക്കുമ്പോൾ 2-3 കാര്യങ്ങൾ അതിൽ നമ്മൾ കാതോർക്കുന്നത്, ഒന്ന്, ഇതിൻ്റെ റോഡ് റെയിൽ കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതാണ്. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് VGF-ൻ്റെ കാര്യത്തിൽ സംസ്ഥാനം ചില ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അത് കേന്ദ്രം ഇതുവരെ പോസിറ്റീവായ അർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല. അതിലെന്തെങ്കിലും ഒരു പുനർവിചിന്തനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ, അത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഏതായാലും
ഏതാണ്ട് 40 മിനിറ്റിലധികം നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗം പ്രധാനമന്ത്രി ഇവിടെ നടത്തുന്നുണ്ട്. നമുക്കറിയാം ഈ പദ്ധതി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന ഈ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് ഒരു സവിശേഷ സാഹചര്യത്തിൽ തന്നെയാണ്. രാജ്യം പഹൽഗാം കൂട്ടക്കൊലയ്ക്ക് ആ ഭീകരാക്രമണത്തിന് മറുപടി നൽകാൻ സജ്ജമായി നിൽക്കുകയാണ്. ഏത് സമയവും രാജ്യത്തിൻ്റെ തിരിച്ചടി ഉണ്ടാകും. ഇത്തരം ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി ഡൽഹിയിൽ നിന്ന് മാറി നിൽക്കുമോ എന്നൊക്കെയുള്ള ചോദ്യമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കുള്ള 1-2 പരിപാടികൾ റദ്ദാക്കുകയും റഷ്യൻ യാത്ര റദ്ദാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കേരളത്തിൻ്റെ ഇന്ത്യയുടെ വികസന ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. രാജ്യം എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും അതിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റീസ്, വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ യാത്രയിൽ ഒരു ഇടപെടലും വരുത്തില്ല, ഒരു തടസ്സവും വരുത്തില്ല എന്നത് ലോകത്തെ കൂടി കാണിക്കാനാണ് പ്രധാനമന്ത്രി ഇത്രയും ഗൗരവമുള്ള ചില ചർച്ചകൾ ഡൽഹിയിൽ നടക്കുമ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി വിഴിഞ്ഞത്തേക്ക് വന്നത് എന്നതാണ് ഒരു ഡൽഹിയിൽ നിന്നുള്ള ഒരു വിലയിരുത്തലായി നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്.